പ്രതിദിന ചിന്തകളുടെ 74-ാം അധ്യായത്തിലേക്ക്, ചാന്ദ്രദിന പ്രശ്നോത്തരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സാങ്കേതിക നിർവഹണം സൗപർണിക സ്റ്റുഡിയോ മുക്കം. അവതരണം കെ.വി. പ്രസാദ് മുക്കം. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? വിക്രം സാരാഭായ്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ പേരെന്ത്? വിക്ഷേപിച്ചതെന്ന്? ആര്യഭട്ട. 1975 ഏപ്രിൽ 19. കൽപ്പന ചൗളയുടെ സ്മരണാർത്ഥം കൽപ്പന 1 എന്ന് പുനർനാമകരണം ചെയ്ത ഇന്ത്യൻ ഉപഗ്രഹം ഏതാണ്? മെറ്റ്സാറ്റ്. ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരെന്ത്? പ്രശാന്ത സമുദ്രം, സീ ഓഫ് ട്രാങ്ക്വിലിറ്റി. അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ ബഹിരാകാശ യാത്രികൻ ആര്? യൂജിൻ സർനാൻ. ചൈനീസ് ബഹിരാകാശ സഞ്ചാരി അറിയപ്പെടുന്ന പേര്? തൈക്കോനോട്ട്. ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ടൈറ്റാനിയം. ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ആര്? യൂറി ഗഗാറിൻ. ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര്? വാലന്റീന തെരഷ്കോവ. ചന്ദ്രന് ലാറ്റിൻ ഭാഷയിൽ പറയുന്ന പേരെന്ത്? ലൂണ. ഭഗവത്ഗീതയുടെ ഡിജിറ്റൽ പതിപ്പ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം എന്നിവ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ ഉപഗ്രഹമേത്? SDSat, സതീഷ് ധവാൻ സാറ്റലൈറ്റ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ട. ജപ്പാൻ്റെ ചാന്ദ്ര ദൗത്യത്തിൻ്റെ പേരെന്താണ്? സ്ലിം, സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. ISRO പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെ? കുലശേഖരപട്ടണം. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച പേടകത്തിൻ്റെ പേരെന്താണ്? ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റിൻ്റെ പേര്? PSLV C-57. ആദിത്യ L1 വിക്ഷേപിച്ചതെന്നാണ്? 2023 സെപ്റ്റംബർ 2. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാനിലെ ഗഗനാചാരികളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ചന്ദ്രോപരിതലത്തിൽ ലാൻഡിംഗ് നടത്തിയ ചന്ദ്രയാൻ 3 പേടകത്തിൻ്റെ ഭാഗമേതാണ്? വിക്രം ലാൻഡർ. ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ. ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യം. ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് കൊടുത്തിരിക്കുന്ന പേരെന്താണ്? ശിവശക്തി പോയിൻ്റ്. ചന്ദ്രയാൻ എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം എന്താണ്? ചന്ദ്രവാഹനം. ചന്ദ്രയാൻ 1 ഇമ്പാക്ടർ പതിച്ച ചന്ദ്രോപരിതലത്തിലെ സ്ഥലത്തിന് കൊടുത്തിരുന്ന പേരെന്ത്? ജവാഹർ പോയിൻ്റ്. ചൈനയുടെ ചന്ദ്രപര്യവേക്ഷണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചാങ് എ. പ്രതിദിന ചിന്തകളുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.